ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു ചുക്ക് ചായയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ ഇട്ടത്. ജലദോഷം തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്തൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്കും ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചായ ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ഗ്ലാസ് കൊണ്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചുക്കാണ്. ഇതുപോലെ 2 വലിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചുക്കിനി ഒന്ന് പൊടിച്ചിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ചുക്ക് ഇതുപോലെ പൊടിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലത്തെ ആ ഒരു സത്തൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി കിട്ടിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ ഒരു ചായക്ക്. അപ്പോൾ 2 ഏലക്ക ഒന്ന് പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5-6 മണി കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ചായപ്പൊടി ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിലാണ് ചായപ്പൊടി ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചായ എത്രത്തോളം കടുപ്പത്തിലാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ചായപ്പൊടിയൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് ചായയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയോ അതല്ലെങ്കിൽ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഓർഗാനിക് ജാഗരി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ശർക്കരപ്പൊടിയാണ് ഇട്ടത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ശർക്കരപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ വലിയൊരു തിള വന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു ചായ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചുക്ക് ചായ ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.